മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പണ്ട് മുസ്ലിം ലീഗ്, അതായത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്തായിരുന്നോ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണോ ഇന്ന് കേരളത്തിലെ മുസ്ലിം ലീഗോ ആവശ്യപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം റിയാസ് സഭയിൽ പറഞ്ഞത് തന്നെ നമുക്കൊന്ന് മുന്നോട്ട് വെക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. വന്ദേ മാതരത്തിന്റെ ആദ്യ രണ്ട് ഈരടികൾക്ക് ആരും എതിരല്ല. ഇവിടെ ഇന്നലെ ആരോ സൂചിപ്പിച്ചതുപോലെ അത് 1925 ശേഷം വന്നതല്ല, 25 മുമ്പ് തന്നെയാണ് വന്നത്. എന്നാൽ വന്ദേ മാതരം പൂർണ്ണമായും അവതരിപ്പിക്കുന്നതിന് മതനിരപേക്ഷ ഇന്ത്യ എതിരാണ് സാർ. ആദ്യ രണ്ട് ഈരടികളല്ലാത്ത 4 ഈരടികൾ ഒരു ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ല സാർ. ഇത് എല്ലാവരും അംഗീകരിക്കുന്നേ. നിങ്ങൾ കേട്ടില്ലേ? റിയാസ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ കേരള നിയമസഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ബഹുസ്വരത സമൂഹത്തിന്, നമ്മുടെ മതേതര ഇന്ത്യക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല പൂർണ്ണമായിട്ടുള്ള വരികൾ എന്നാണ് ഈ റിയാസ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. സഭയിലാണ്. ഏതായാലും ഇന്ന് കോൺഗ്രസുകാർക്ക് നട്ടല്ലില്ലെങ്കിലും ഈ വന്ദേമാതരം കോൺഗ്രസിന്റെ സമ്മേളനത്തില് 1896 നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ആലപിക്കുന്നത്. ഒരു വലിയ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ. അന്ന് കോൺഗ്രസുകാരത് രാജ്യത്തിന്റെ സ്നേഹവും ദേശീയത ഉയർത്തിപ്പിടിച്ച് ആലപിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ന് കോൺഗ്രസിന് നട്ടല് എന്ന് പറയുന്ന ഒരു സാധനമല്ലല്ലോ. അത് മുസ്ലിം ലീഗിന്റെ കാൽക്കലാണ് എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. അത് അന്നും അങ്ങനെയായിരുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ഏതായാലും ഇന്ന് BJPക്ക് 3 MLA കേരള നിയമസഭയിൽ ഉണ്ടായത് കൊണ്ട്, കോൺഗ്രസുകാർക്ക് നട്ടലില്ലാത്തത് കൊണ്ടും, അത് BJPക്കാർ കൃത്യമായിട്ട് അന്ന് കോൺഗ്രസ് സമ്മേളനത്തിൽ ഉയർത്തിപ്പിടിച്ച വന്ദേ മാതരത്തിൽ ഏത് വരികളാണ് മാറ്റി നിർത്തപ്പെട്ടത് എന്നുള്ളത് കൃത്യമായിട്ട് BB ഗോപകുമാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. ഇവിടെ സൂചിപ്പിക്കേണ്ടായി വന്ദേ മാതരത്തെ സംബന്ധിച്ച് എന്താ വരികളുടെ അർത്ഥം? 2 വരി എന്താ ചെല്ലാൻ പറ്റാത്തത്? 10 കൈകളിൽ ആയുധമേന്തിയ ദുർഗ നീയാണ്, താമരപ്പൂവിൽ വിഹരിക്കുന്ന ലക്ഷ്മി നീയാണ്, വിദ്യ നൽകുന്ന സരസ്വതിയും നീയാണ്, നിന്നെ ഞാൻ വന്ദിക്കുന്നു. ഇത് ഭാരതത്തിന്റെ ആധ്യാത്മിക അടിത്തറയിൽ നിന്നുകൊണ്ട് എഴുതിയതാ. അതിന് ഇവിടെ എവിടെയാണ് വർഗീയതയുള്ളത്? നിങ്ങൾ കേട്ടില്ലേ? BB ഗോപകുമാർ ആലപിച്ച വരികളിൽ ഏതെങ്കിലും വിവേകമുള്ള ഒരു മുസൽമാന് അതിൽ വർഗീയതയുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഏതായാലും ഒരു വരിയിലും ഒരു വർഗീയതയും ഉള്ളതായിട്ട് തോന്നില്ല. എനിക്ക് എന്നല്ല, മൗലാന അബ്ദുൽ കലാം ആസാദ് മുതൽ കോൺഗ്രസിന്റെ അന്നത്തെ സമുന്നതനായിട്ടുള്ള മുസ്ലിം നേതാക്കന്മാർക്ക് ആർക്കും തന്നെ തോന്നിയിട്ടില്ലായിരുന്നു. കാരണം വന്ദേ മാതരം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഹിന്ദുവും മുസൽമാനും ഈ രാജ്യത്തുള്ള എല്ലാ മതക്കാരും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ ഉയർത്തിപ്പിടിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതുന്നതിൽ കരുത്തേകാൻ വേണ്ടിയിട്ട് ആലപിച്ചതായിരുന്നു വന്ദേ മാതരം എന്ന് പറയുന്നത്. ഈ വരികളിൽ എവിടെയെങ്കിലും വർഗീയത നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള, അതിൽ നിന്ന് വന്നിട്ടുള്ള വരികളല്ലേ? അല്ല, ഇത് വലിയ പ്രശ്നമാണ് എന്ന് പറയുന്ന ആളുകളോട് ഇത് ആരാണ് ഇത് പ്രശ്നമുണ്ട് എന്ന് നമ്മുടെ രാജ്യത്ത് ആദ്യം തന്നെ ഉയർത്തിപ്പിടിച്ചത്? അന്നത്തെ മുസ്ലിം ലീഗ്, അതായത് സ്വാതന്ത്ര്യ സമരകാലത്തെ മുസ്ലിം ലീഗ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ വന്ദേ മാതരത്തിലെ ഇന്ന വരികൾ ഒഴിവാക്കണം. അന്നും കോൺഗ്രസിന് പറഞ്ഞതിന്റെ ബാക്കി നട്ടല്ലില്ലല്ലോ. കോൺഗ്രസ് അന്നത്തെ മുസ്ലിം ലീഗിന് അങ്ങ് കുനിഞ്ഞു നിന്നു കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? അതിന്റെ ഭാഗമായിട്ട് ആ വരികൾ റദ്ദു ചെയ്തു. 1937 നമുക്കറിയാം, ഈ മുസ്ലിം ലീഗ് അന്ന് ആരായിരുന്നോ എതിർത്ത് നിന്നത്, ആ മുസ്ലിം ലീഗാണ് പിന്നീട് നമ്മുടെ രാജ്യത്തെ മതത്തിന്റെ പേരിൽ പാകിസ്ഥാൻ എന്നൊരു ഭീകര രാജ്യത്തിന് രൂപം കൊടുക്കുന്നത്. അന്ന് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം ഉണ്ടാക്കിയത് ഈ വന്ദേ മാതരത്തിലെ വരികൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന ആ മുസ്ലിം ലീഗ്. അന്ന് കോൺഗ്രസിനോട് ആരൊക്കെ എതിർത്ത് നിന്നിരുന്നോ അവരൊക്കെ തന്നെ പിന്നീട് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം ഒരു മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ട് അവർ ഈ രാജ്യത്തെ കേറി മുറിച്ച് മുന്നോട്ട് പോയി. അന്നും ഇവിടെ ഇപ്പോ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യ സമരവും ഒക്കെ കോൺഗ്രസ് ആണെന്നാണല്ലോ വിളിച്ചു പറയാറുള്ളത്.
അത്തരം കോൺഗ്രസ് എന്ന് വിളിച്ചു പറയുന്നവരോട് ചോദിക്കാനുള്ളത്, ഈ രാജ്യത്തെ മതത്തിന്റെ പേരിൽ കേറി മുറിക്കാൻ വളർന്നു വന്നൊരു മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ അന്നത്തെ കോൺഗ്രസിന് സാധിച്ചില്ലേ? അന്നത്തെ കോൺഗ്രസ് മുസ്ലിം ലീഗിന് സകലതും അങ്ങ് വിട്ടുകൊടുത്തു. അവർ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിന് രൂപം കൊടുത്തു. പിന്നീട് 1948 മാർച്ച് 10 മദ്രാസില്, ഇന്നത്തെ ചെന്നൈയില്, ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപം കൊടുക്കുന്നത്. ഇന്ന് ഇതേ മുസ്ലിം ലീഗാണ് ഇപ്പോ ഈ വരികൾ പറ്റില്ല എന്ന് പറഞ്ഞ് ചാടി വീണ് നടക്കുന്നത്. ഇതൊക്കെ വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയണം, പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതായത് സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസിലെ സമുന്നതനായിട്ടുള്ള ഒരു മുസ്ലിം നേതാവിനും തോന്നാത്തത്, അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തില് ഐക്യത്തോടുകൂടി ഹിന്ദുവും മുസൽമാനും ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ പടപൊരുതിയിരുന്ന സമയത്ത് തോന്നാത്ത വിഷയം, പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിന് രൂപം കൊടുത്ത മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് വലിയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു. അതിനെ തുടർന്നാണ് 1937 വരികൾ കട്ട് ചെയ്യുന്നത്, റദ്ദ് ചെയ്യുന്നത് എന്നൊക്കെ വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിയണം. അവർ പിന്നീട് ആ റദ്ദ് ചെയ്യാൻ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരൊക്കെ തന്നെ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം ഉണ്ടാക്കി. നമുക്കറിയാം, ബംഗ്ലാദേശ്, ഇതൊക്കെ മതത്തിന്റെ ലേബലിൽ നമ്മുടെ രാജ്യത്തെ കീറി മുറിച്ചു പോയതാ. കോൺഗ്രസിന് നട്ടലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെ കീറി മുറിക്കാൻ അന്നത്തെ കോൺഗ്രസിന്റെ ഇവിടെ വലിയ സംഭവമായിട്ട് പറയുന്ന കോൺഗ്രസിന്റെ ദേശസ്നേഹികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നു. ഇന്നിപ്പോ കേരളത്തില് മുസ്ലിം ലീഗ് ആ വന്ദേ മാതരത്തിന്റെ വരികൾ വേണ്ട എന്ന് പറയുമ്പോ ഒരു കാര്യം ആരും ഓർക്കാതെ പോകരുത്. റിയാസിനോട് ഉൾപ്പെടെയാണ് ചോദ്യം ചോദിക്കുന്നത്. മതേതരത്വം തകരും, അതേപോലെ തന്നെ ബഹുസ്വരത്വം തകരും, അങ്ങനെ ഓരോന്ന് എണ്ണി പറയുന്നുണ്ടല്ലോ. എന്താ കാര്യം? ഈ ബി ഗോപകുമാർ ആലപിച്ച വരികളാ പ്രശ്നം, അത് ഹിന്ദു ദൈവങ്ങളാണ് എന്നാണ് പ്രശ്നം. ഇതൊക്കെ പ്രശ്നമാണെങ്കിൽ ഒരു മതത്തിന്റെ പേരിൽ പാർട്ടി രൂപീകരിച്ച് ഇവിടെ നിരവധി MLA-മാരെ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതിൽ ഇവിടെ ഒരു ബഹുസ്വരതയും തകരില്ലേ? ഇവിടെ ഒരു മതേതരത്വവും തകരില്ലേ? ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകവുമായി ബന്ധപ്പെട്ടുള്ള വരികളെയാണോ നിങ്ങൾ ബഹുസ്വരത തകരുമെന്നൊക്കെ പറയുന്നത്? നിങ്ങൾ മതേതരത്വം തകരുമെന്നൊക്കെ പറയുന്നത്? വിവേകമുള്ള ഓരോ ഇന്ത്യനും ഒരു ഭാരതീയനും, അതിൽ ഞാൻ മതം പറയുന്നില്ല, വിവേകമുള്ള ഈ രാജ്യത്തോട് കൂറുള്ള ഒരു മനുഷ്യനും വന്ദേ മാതരത്തിലെ വരികളിൽ പ്രശ്നമുണ്ട്, വർഗീയതയുണ്ട് എന്ന് ഒരാൾക്ക് പോലും പറയാൻ സാധിക്കൂല. റിയാസ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ആദ്യം മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും രൂപീകരിച്ച് നിരവധി MLA-മാരെ ഉണ്ടാക്കുന്നത് ഈ രാജ്യത്തൊന്ന് ആദ്യം അവസാനിപ്പിക്കൂ. എന്നിട്ടൊക്കെ പോരെ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള വന്ദേ മാതരത്തിലെ വരികളെയൊക്കെ ഇല്ലാതെയാക്കുന്നത്? ഈ വിഷയങ്ങളൊക്കെ സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാം. പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം രൂപീകരിക്കാൻ തുനിഞ്ഞിറങ്ങിയ അന്നത്തെ മുസ്ലിം ലീഗിന്റെ ആവശ്യപ്രകാരമായിരുന്നു വന്ദേ മാതരത്തിലെ വരികൾ ഒഴിവാക്കിയത്. ഇന്ന് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ആവശ്യപ്രകാരം UDF ഇതേ വരികൾക്ക് എതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ഗൗരവത്തിൽ ഓരോ മലയാളിയും 1000 തവണ ചിന്തിക്കേണ്ടത് തന്നെയാണ്.